ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഓൺഗ്രിഡിനെയും ഓഫ് ഗ്രിഡിനെയും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. അപ്പോൾ ഒരു പുതിയ സോളാർ സിസ്റ്റം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടുന്ന രണ്ട് ഓപ്ഷൻ ഓൺഗ്രിഡ് ഓർ ഓഫ് ഗ്രിഡ്. ഇതിൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള രീതിക്ക് ഉള്ളൊരു സിസ്റ്റം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ, അതായത് ഇപ്പം നമുക്ക് ബാറ്ററി ബാക്കപ്പ് വേണോ വേണ്ടയോ, നമ്മൾ എത്രത്തോളം ലോഡ് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കൺസപ്ഷൻ എത്രയാണ്, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ബേസിക് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ നോക്കിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ അത്യാവശ്യം വേണ്ട പോയിന്റ്സുകളെല്ലാം ഞാനിതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓഫ് ഗ്രിഡിൻ്റെ ഒരു ഡയഗ്രവും ഒരു ഓൺ ഗ്രിഡിൻ്റെ ഡയഗ്രവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓഫ് ഗ്രിഡിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നൊരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ ഇത് ബാറ്ററി ബാക്കപ്പ് കിട്ടും. നേരെ മറിച്ച് ഓൺ ഗ്രിഡിൽ നമുക്ക് രാത്രി സമയങ്ങളിൽ ഗ്രിഡിൽ നിന്നാണ് വൈദ്യുതി എടുക്കുന്നത്, ഓഫ് ഗ്രിഡിൽ ബാറ്ററിയിൽ നിന്നെടുക്കും. പിന്നെ ഇതിൽ ഓഫ് ഗ്രിഡിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ഓപ്ഷണൽ ജനറേറ്ററോ അല്ലെങ്കിൽ KCB ലൈനോ കണക്ട് ചെയ്ത് ബാറ്ററി അതുവഴിയും ചാർജ് ചെയ്യാൻ പറ്റും. ഓഫ് ഗ്രിഡിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് നമ്മൾ പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഇടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ബാറ്ററി കോസ്റ്റും കൂടെ അഡീഷണൽ ആവും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഓൺ ഗ്രിഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററി കോസ്റ്റ് കട്ടാവുന്നത് കൊണ്ട് തന്നെ ഫാസ്റ്റർ ROI ആണ്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടെ പെട്ടെന്നായിരിക്കും. പ്ലസ് ഇതിൽ നമുക്ക് ഗ്രിഡിനെ ഒരു ബാറ്ററി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കേസിൽ ഗ്രിഡിനെ നമുക്കൊരു ബാറ്ററി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് എക്സ്ട്രാ വരുന്ന എനർജി ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം, തിരിച്ച് നമുക്ക് ആവശ്യം വരുമ്പോൾ തിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി വേസ്റ്റഡ് ആണ്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് മിക്കവാറും എല്ലാവരും പറയുന്നത് ആ ഒരു പ്രോബ്ലമാണ്. പിന്നെ അല്ലാതെ മറ്റു ചില പ്രശ്നങ്ങളും വരാറുണ്ട്. അതായത് ഗ്രിഡ് അണ്ടർ വോൾട്ടും ഓവർ വോൾട്ടും, പിന്നെ ഗ്രിഡ് ഓവർ ഫ്രീക്വൻസി അണ്ടർ ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് അതിൻ്റെ എനർജി വേസ്റ്റായി പോകും, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് അതിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതിന് ഗ്രിഡിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമുക്ക് ഗ്രിഡിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രോബ്ലം അല്ല. മാത്രമല്ല നമുക്ക് ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് എപ്പോഴും കിട്ടും. മറ്റേ ഓൺ ഗ്രിഡിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് പറയുന്നത് ബാറ്ററിയുടെ ഫെയിലുവറാണ്. ഒരു 5 മുതൽ 8 വർഷം കഴിയുമ്പോൾ നമ്മളൊരു പക്ഷേ ബാറ്ററി മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ അത്രയ്ക്കും നന്നായിട്ട് നമ്മളതിൻ്റെ ഡിസ്ചാർജ് റേറ്റൊക്കെ നോക്കി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നാൾ ഇരിക്കും. ഇല്ല അല്ലെങ്കിൽ LFP ബാറ്ററീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ മെയിൻ്റനൻസ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. LFP ബാറ്ററീസ് ഇപ്പോൾ അത്ര കോസ്റ്റ് എഫക്റ്റീവ് അല്ല. പിന്നെ ക്ലൗഡി ഡേയ്സിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പവർ ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മളിതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 24/7 ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് വേണം. കറണ്ട് പോയാലും ഇല്ലെങ്കിലും നമുക്ക് ക്വാളിറ്റി ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ഗ്രിഡാണ് ഒരു ഓപ്ഷനായിട്ടുള്ളത്. ഇല്ല നമുക്ക് കറണ്ട് ബില്ല് കുറച്ചാൽ മതി, നമുക്ക് ഹെവി എക്യുപ്മെൻറ്റ്സ് റൺ ചെയ്യണം, അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഓൺ ഗ്രിഡ് ആയാലും മതി. പിന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിലുള്ള ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ആയതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ആ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓൺ ഗ്രിഡും കാണില്ല, ഓഫ് ഗ്രിഡും കാണില്ല. പിന്നെ ഞാൻ ആക്ച്വലി മെയിൻലി യൂസ് ചെയ്യുന്ന ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡിൻ്റെയും ഡീറ്റെയിൽസാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൽ 50 വാട്ടിൻ്റെ DC-യുടെ മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിടാറുള്ളൂ. ബാക്കി 1 kW-ൻ്റെയും 3 kW-ൻ്റെയും 3.5 kW-ൻ്റെ ഓൺ ഗ്രിഡിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് ഞാനിതിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാനിതിൽ ആൾറെഡി പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ എങ്ങനെ മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓൺലൈൻ മോണിറ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് സ്ലൈഡ്സിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ സാധാരണ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ്. ഇതിൽ ഇൻവെർട്ടർ കംപ്ലൈൻറ്റ്സ് ഓൺ ഗ്രിഡിനും വരാം, ഓഫ് ഗ്രിഡിനും വരാം. പിന്നെ ബാറ്ററിയുടെ ഇഷ്യൂ ഓഫ് ഗ്രിഡിന് മാത്രമായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്.
പിന്നെ ഓൺഗ്രിഡിൻ്റെ കേസിൽ നമുക്ക് സാധാരണ കൂടുതലായിട്ട് കാണുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് അണ്ടർ വോൾട്ടും ഓവർ വോൾട്ടും പിന്നെ KCBയുടെ വകയായിട്ട് ചിലപ്പോൾ HT ലൈൻ ടച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ആ പ്രൊഡക്ഷൻ വേസ്റ്റ് ആയി പോകും. പിന്നെ പവർ കട്ട്, ഇത്രയാണ് ഓൺഗ്രിഡിൽ വരുന്നത്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഓഫ് ഗ്രിഡ് ആയാലും ഓൺ ഗ്രിഡ് ആയാലും സോളാർ പാനൽ ക്ലീനിങ് രണ്ടിലും വരും. പിന്നെ ബാറ്ററി ടോപ്പപ്പ് ഓഫ് ഗ്രിഡിൽ മാത്രമായിരിക്കും വരുന്നത്. ഒരു 3 മാസം കൂടുമ്പോൾ നമ്മളത് ഇടയ്ക്കുന്ന ബാറ്ററി വാട്ടർ ഒന്ന് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മളിടയ്ക്ക് ഇത് 2 ഇൻവെർട്ടറും നമ്മൾ ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്, ഫിസിക്കലി ആയിരുന്നാലും പിന്നെ ഫിസിക്കലി ഉള്ള കണ്ടീഷൻസ് ആയാലും പ്രൊഡക്ഷൻ ആയിരുന്നാലും. പിന്നെ എന്തെങ്കിലും കാരണം പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ നോർമലി നമുക്കൊന്ന് പാനലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ആപ്പ് എങ്ങനെ മോണിറ്റർ ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ കാണിച്ചു തരാം. നമുക്കിത് ഓൺലൈനിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈബ്രിഡിലേക്ക് ഞാൻ പോകാത്തതിൻ്റെ കാരണം ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ ഹൈബ്രിഡ് അത്ര പോപ്പുലർ അല്ല. പിന്നെ ഇതിലിപ്പോൾ ഓൺഗ്രിഡിൻ്റെ സ്റ്റാറ്റസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ പച്ചയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനാണ്, പ്രൊഡക്ഷൻ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അലാറം കാണിക്കുന്നതായിരിക്കും. അലാറത്തിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എനിക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഗ്രിഡ് ഓവർ വോൾട്ടാണ്. കാരണം ഒരു 800 മീറ്റർ പരിധിക്കകത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അങ്ങനെ ട്രാൻസ്ഫോമർ ഒരു 1 കിലോമീറ്റർ റേഞ്ചിനകത്ത് ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൊരു പ്രോബ്ലമാണ് ഗ്രിഡ് ഓവർ വോൾട്ട്. പിന്നെ ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ ഗ്രിഡ് അണ്ടർ വോൾട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അലാറം കോഡും മറ്റ് ഡീറ്റെയിൽസും ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഈ കണ്ടീഷൻസിലുള്ള ഗ്രാഫും കൂടെ കാണിച്ചു തരാം. ഇതിൽ ഈ ഗ്രാഫ് നമ്മൾ തിരിച്ചറിയുന്നതിൻ്റെ എളുപ്പത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് AC വോൾട്ടും ടോട്ടൽ പവറുമാണ്. അപ്പോൾ ഇതിൽ ആ നീല കാണിച്ചിരിക്കുന്നത് AC വോൾട്ടാണ്. പിന്നെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് പ്രൊഡക്ഷനാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഒരു പ്രൊഡക്ഷൻ ഉള്ളൊരു ദിവസത്തതാണ്. ചെറിയ രീതിയിൽ മേഘങ്ങൾ വരുമ്പോഴൊക്കെ ഉള്ള ഒരു പ്രൊഡക്ഷൻ്റെ കുറവാണ് ആ ഒരു ഡൗൺ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ 21 യൂണിറ്റ് പ്രൊഡക്ഷനിൽ കാണാൻ പറ്റും. പിന്നെ ഈ രണ്ടാമത്തെ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നോ ഗ്രിഡ് കണ്ടീഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആ നീല താഴെ 0യിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്നതായിട്ട് അത് കാണാൻ പറ്റും. അതായത് കറണ്ട് പോയ കണ്ടീഷൻസ് ആണ്. പിന്നെ ലാസ്റ്റത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് ഓവർ വോൾട്ട് കണ്ടീഷൻ കാണാൻ പറ്റും. ഗ്രിഡ് ഓവർ വോൾട്ട് കണ്ടീഷൻസിലാണ് നമ്മുടെ ഗ്രിഡ് നീല ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് വലിയ താഴ്ചയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ യെല്ലോ ലൈൻ താഴെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രിഡ് ഓവർ വോൾട്ട് കണ്ടീഷൻസിലാണ് സാധാരണ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.